കോഴിക്കോട് ജില്ലയിൽ വാഹനാപകടങ്ങളിൽ ജീവൻ പൊലിയുമ്പോൾ വാഹനയാത്രക്കാരെ പോലെ കാൽനടയാത്രക്കാരും സുരക്ഷിതരല്ല എന്നാണ് ട്രാഫിക് പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് നഗരപരിധിയിൽ മാത്രം കഴിഞ്ഞ 13 മാസത്തിനിടയിൽ 33 കാൽനടയാത്രക്കാർ വാഹനമിടിച്ചു മരിച്ചെന്നാണ് റിപ്പോർട്ട്. 2026 ജനുവരിയിൽ മാത്രം വിവിധ അപകടങ്ങളിൽ 53 പേർക്ക് പരിക്കേറ്റപ്പോൾ 5 പേർക്ക് ജീവൻ നഷ്ടമായി. 2025 ജനുവരി മുതൽ 2026 വരെയുള്ള 13 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ജില്ലയിലെ നഗരപരിധിയിൽ മാത്രമായി 420 പേർ അപകടത്തിൽപ്പെട്ടതായി ട്രാഫിക് പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 416 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഗ്രാമീണ മേഖലയിലും അപകടത്തിന് കുറവില്ല. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിത്യേനയുണ്ടാകുന്ന അപകടങ്ങളിൽ 10-ലധികം പേർക്ക് പരിക്കേൽക്കുന്നു എന്നാണ് ട്രാഫിക് പോലീസിന്റെ ശരാശരി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 ജനുവരി മുതൽ ഡിസംബർ വരെ കോഴിക്കോട് ജില്ലയിലെ നഗരപരിധിയിൽ 368 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 363 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 28 പേർക്ക് ജീവൻ നഷ്ടമായി. 2026 ജനുവരി 1 മുതൽ 31 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 53 അപകടങ്ങളിലായി 52 പേർക്ക് പരിക്കേൽക്കുകയും 5 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. സീബ്ര ലൈനുകളിൽ വാഹനം നിർത്താതെ പോവുക, നടപ്പാതകളിലൂടെ വാഹനം ഓടിക്കുക, നടപ്പാതകളിലും അംഗപരിമിതർക്കുള്ള റാപ്പുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുക തുടങ്ങിയവയെല്ലാം അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. നഗരപരിധിയിൽ ഉൾപ്പെടെ ആവശ്യത്തിന് സീബ്ര ലൈൻ ഇല്ലാത്തതും പലയിടത്തും മാഞ്ഞുപോയതും അപകടത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. നഗരത്തിൽ ഉൾപ്പെടെ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സിഗ്നൽ സംവിധാനമുള്ളത്. സീബ്ര ലൈനുകൾ മാഞ്ഞ സ്ഥലങ്ങളിൽ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴും അപകടങ്ങൾ പതിവാണ്. പരിചയമില്ലാത്ത ഡ്രൈവർമാർ സീബ്ര ലൈൻ കാണാതെ പോകുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജനം, കോഴിക്കോട്.